ഹലോ ഗൈസ്, ബിഗ് ബോസ് സീസൺ 6-ലെ 65-ാമത്തെ ദിവസം. ഇപ്പോഴത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നന്ദനാണ്. അപ്പം നന്ദന തന്നെ രാവിലെ ഒരു ടീമിൽ ഒരു ജോലി ചെയ്യാനായിട്ട് ആളിൻ്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് അതായത് കിച്ചണിൽ 4 പേരുണ്ടായിരുന്നു. 3 പേര് ആവശ്യം അവിടെ ഉള്ളൂ. അതുകൊണ്ട് ഫ്ലോറിലെ ടീമിൽ അവർക്ക് ആളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ കിച്ചണിലെ ടീമിലുള്ള ഋഷിയ മറ്റേ നെസ്റ്റിൽ ഇട്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ നന്ദനം ക്യാമറയിൽ ഇങ്ങനെ നോക്കുന്നതാണ് ഫസ്റ്റ്. പിന്നെ അവിടെ നടന്നതെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ അവിടെ നിന്ന് ഹാളിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്നൊരു പാട്ട് വന്നു. ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ് വന്നത്. അപ്പം ഈ ഒരു സംഭവം ആദ്യമായിട്ട് കൊണ്ടുവന്ന കഴിഞ്ഞ സീസണിലാണ്. അപ്പം അതുപോലത്തെ ഒരു സംഭവം. അപ്പം ഈ ഫാമിലിയുടെ പാട്ട് ഇട്ടിട്ട് എല്ലാവർക്കും മനസ്സിലായി വീട്ടിൽ നിന്ന് ആരോ വരുന്നു, ആരെയാണെന്നുള്ള ഒരു ഡൗട്ടിൽ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയായിട്ട് ആരെയൊന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഡോറും ക്ലോസ് ആയി. അപ്പോൾ ജാസ്മിനൊക്കെ പെട്ടെന്ന് ഓടിപ്പോയി അവിടെ ഡോർ ഉറക്കാനായിട്ട് നിൽക്കുന്നു. ഡോർ ലോക്കായിട്ടിരിക്കണം. അപ്പം ജാസ്മിനൊക്കെ പറയുന്നുണ്ട് നന്ദനയുടെ വീട്ടിൽ നിന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ആകാംക്ഷയായിട്ട് നോക്കണം. അപ്പം മറ്റേ ആ മെയിൻ ഡോറ് തുറന്നിട്ട് ഒരു കാറ് വന്നിട്ട് 2 പ്രാവശ്യം റൗണ്ട് ഇതാക്കിയപ്പം ഡോറൊക്കെ തുറന്ന് പാട്ടുന്നില്ല, ഡോറ് തുറന്ന് അപ്പോൾ എല്ലാവരും കൂടെ പോയി കാറിൻ്റെ ഡോറ് തുറന്നപ്പോൾ ഋഷിയുടെ വീട്ടിൽ നിന്നായിരുന്നു. ഋഷിയുടെ അമ്മയും സഹോദരനും കൂടെയാണ് വന്നത്. അപ്പോൾ ഋഷിക്ക് ഇവരെ കണ്ടപ്പം ഇമോഷണലായി, കെട്ടിപ്പിടിക്കുകയായി, കരച്ചിലായി. പിന്നെ അവർ എല്ലാവർക്കും കൈ കൊടുത്ത് അകത്ത് കയറി ഇവരും ഋഷിയും അമ്മയും അനിയനും കൂടെ ഒരു റൂമിൽ പോയി ഓരോ കാര്യങ്ങൾ പറയാം. നീ ഓക്കെയാണ് മോനെ, നീ ഓക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനിയനും പറയുന്നുണ്ട്, അമ്മയും പറയുന്നുണ്ട് ഋഷിയെ നല്ലവല്ലാണ് കളിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഋഷിക്ക് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുക. ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ട് അവിടെ വീട്ടിലുള്ള എല്ലാവരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന രസകരമായിട്ടുള്ള ഒരു സംഭവങ്ങളാണ് പിന്നെ നടന്നത്. ഋഷിയെടുത്ത് പറയുന്നുണ്ട്, എനിക്ക് കാലുവേദന കൂടി, സ്റ്റെപ്പ് കയറി ഞാൻ കിച്ചണിൽ പോവും. അപ്പോൾ പിന്നെ നിൻ്റെ ഈ ഷോ വരുമ്പോൾ ഇടാന്ന് പറഞ്ഞുകൊണ്ട് മുകളിൽ കയറി വരും. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ, ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് പറയാം. നീ പോയിട്ട് വാ, ഞാൻ പിന്നെ നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഋഷിയെടുത്ത് പറയണം. നന്ദന ഫോട്ടോയൊക്കെ കണ്ട് ഇങ്ങനെ അവർ ഫാമിലി ഫോട്ടോയൊക്കെ കണ്ട് വിഷമിച്ചിരുന്ന് കരയണം. നന്ദന വിചാരിച്ചത് നന്ദനയുടെ വീട്ടിൽ നിന്നായിരിക്കും. നന്ദനയുടെ വീട്ടിൽ നിന്ന് ഇനിയും വരും ദിവസങ്ങളിൽ വരുമായിരിക്കും, വീട്ടിൽ നിന്ന് ഫാമിലി വരുമായിരിക്കും. വന്ന സമയത്തൊക്കെ സായി അവരുടെ ഇരുന്ന് പറയണേ, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇപ്പം ടെൻഷനാവുന്ന ആദ്യമായിട്ടാണ്, വേറെ ഒന്നുമല്ല, എൻ്റെ വീട്ടിൽ നിന്നല്ല എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ആരെങ്കിലും വന്നാൽ കുഴപ്പമില്ല, പക്ഷേ തന്തപ്പടി മാത്രം വരരുത് എന്നുള്ളതിൽ സായി ഇങ്ങനെ ബാക്കിയുള്ളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വന്ന സീനാവും. നന്ദൻ്റെ അടുത്തും പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ വന്നാൽ എനിക്ക് സംസാരിക്കാൻ പറ്റൂല, എനിക്ക് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ ഇവിടെ വെച്ച് വേണ്ട, തന്തപ്പടി വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സായി. അപ്പോൾ ഋഷിയുടെ അമ്മയും സഹോദരൻ ഋഷിയും കൂടെ ഒരുമിച്ചിരുന്ന് വീട്ടിലുള്ളവരടുത്തൊക്കെ ആളെയിരുന്ന് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഋഷിയുടെ പഴയ കഥകൾ, ഇവൻ പറഞ്ഞൊക്കെ ഉള്ളതാണോ എന്ന് പറഞ്ഞുകൊണ്ട് അനിയൻ്റെ കഥകളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ അമ്മയെ പോലെയാണ് ഋഷിയുടെ സഹോദരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയാക്കലും സന്തോഷങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഇവിടെ വന്നത്, പെട്ടെന്നാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, ഞാനും പോലും സ്വപ്നത്തിൽ പോയി വിചാരിച്ചില്ല എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട് മൊത്തവും ചുറ്റി കാണുകയാണ്. അപ്പോൾ അടുക്കളയിൽ എത്തിയപ്പോൾ അപ്സര ഇവിടെ ആയിരുന്നു. അപ്പോൾ അപ്സര കണ്ടപ്പോൾ എന്താണ് മൈൻഡ് ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ കുശലങ്ങനെ അമ്മ ചോദിച്ചപ്പോൾ അപ്സര ഇടപെടുത്തു. ഇനി പേടിച്ചിട്ടാണ്, അതായത് ഋഷിയും അപ്സരയൊക്കെ എപ്പോഴും വഴക്കല്ലേ, അപ്പോൾ അതൊക്കെ കൊണ്ടുള്ള അങ്ങനെയൊന്നുമില്ല ഗെയിമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നിങ്ങളെ കളിച്ച് നിങ്ങളെ പാടായത് അങ്ങനെ തന്നെ പോവും, അങ്ങനെയൊന്നുമില്ല. ജിൻഡോയും പറഞ്ഞു, ഞാൻ മുടി പിടിച്ച് വലിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോ ജിൻഡോയും ചോദിച്ചപ്പോൾ പറഞ്ഞു, അതൊന്നും ഒരു പ്രശ്നമല്ല, അത് ഗെയിമല്ലേ, അവന് മുടി പിടിച്ച് വലിക്കുമ്പോൾ ഒരു വേദന ഉണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്നിട്ട് സോറിയും പറഞ്ഞു. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ സോറി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഋഷിയുടെ അമ്മ അത് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു ഹാളിൽ ഇങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് വന്നപ്പോൾ അടുത്തൊരു ഫാമിലി റിലേറ്റഡ് ആയിട്ട്, അമ്മ റിലേറ്റഡ് ആയിട്ടൊരു പാട്ട്
അപ്പോഴും നന്ദനയും അവരെല്ലാവരും കൂടെ ഓടിപ്പോയി ഡോറിൻ്റെ അടുത്തേക്കാണ്. അപ്പോഴും കാർ വന്നു. അപ്പോൾ അൻസിബയെ എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ പാട്ട് നിന്ന് ഡോറ് തുറന്നു. എല്ലാവരും അവർ ഓടിപ്പോയി വണ്ടിയുടെ ഡോറ് തുറന്നു. ഇവർ പെട്ടെന്ന് ഇവരെല്ലാവരും വന്ന് ഡോറ് തുറന്ന് നോക്കിയപ്പോൾ അൻസിബയുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അൻസിബ കണ്ടപ്പോൾ അൻസിബ അന്തപ്പെട്ട് അൻസിബയും ഹഗ് ചെയ്ത് കരച്ചിലായി വീഴ്ചയിലായി. അവരെല്ലാവരും ഹഗ് ചെയ്ത് അൻസിബയുടെ അമ്മയ്ക്ക് എല്ലാവരെയും കണ്ടപ്പോൾ ഒരു സന്തോഷം. എന്ത് കാരണത്തിലാണെന്ന് അറിയാൻ വയ്യ. ജാസ്മിനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഒരു മുത്തവും കൊടുത്ത്. കാര്യം എത്രയാണെന്ന് എനിക്ക് പിടിയും കിട്ടിയില്ല. നീ എൻ്റെ മോളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ജാസ്മിനെ അങ്ങനെ ജാസ്മിൻ ഇത് കിട്ടിയപ്പോൾ മൊത്തം ത്രിൽഡായി കരച്ചിലായി. അവർ രണ്ടും എന്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോടെ ആർഗ്യൂ ചെയ്യുന്നതാണ് അൻസിബയും ജാസ്മിൻ. അതൊക്കെ ഗെയിമല്ലേ, ഗെയിമിൻ്റെ ഭാഗമായിട്ട് പുറത്തുനിന്ന് വന്നപ്പോൾ ആ ഒരു സ്നേഹം അങ്ങനെ അവരും അവർ മാത്രമായിട്ടുള്ള റൂമിലോട്ട് പോയി. അൻസിബയും അനിയനും പിന്നെ അനിയനും ഉണ്ടായിരുന്നു കേട്ടോ. അനിയനും ഉമ്മായും കൂടെ കേട്ടോ. അപ്പോൾ പറഞ്ഞ നീ നല്ലപോലെയാണ് കളിക്കുന്നത്, നല്ലപോലെ കളിക്കുമ്പോൾ നിനക്ക് എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയാമല്ലോ. അപ്പം ഇത്തായാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന. അപ്പോൾ ആ ഇത്ത ഇങ്ങനെ കരയല്ലേ, ഇങ്ങനെ വിഷമിക്കല്ലേ, എനിക്കിവിടെ നിൽക്കാൻ വയ്യ ഉമ്മ എന്ന് പറഞ്ഞിട്ട് അൻസിബ പറയുന്നുണ്ട്. അങ്ങനത്തെ ഇവിടെ നല്ലപോലെ നിൽക്കുക, സ്ട്രോങ് ആയിട്ട് നിൽക്കുക, കുഴപ്പമില്ല, നല്ലപോലെ കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉമ്മ ഇങ്ങനെ ആശ്വസിപ്പിക്കണം. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, ഇത് കുറച്ച് ദിവസം നന്നായിട്ട് അടിച്ച് പൊളിച്ച് സന്തോഷത്തോടുകൂടി നമ്മളെ വീട്ടിലാണെങ്കിൽ നമ്മൾ എന്തോടാ അതുപോലെ ചുറ്റിപ്പറ്റിയാണ് ഇവിടെ നടക്കുന്നത്. ഞാനും നീയും തമ്മിൽ തന്നെ എന്ത് കച്ചറ ഉണ്ടാവുന്നത് അങ്ങനെയൊക്കെ തന്നെ. പിന്നെ എനിക്ക് ജാസ്മിനെ കണ്ടപ്പോൾ അമ്മ പറയുന്നത്, ജാസ്മിനെ കണ്ടപ്പോൾ എനിക്ക് നമ്മളെ അപ്പുവിനെയാണ് ഓർമ്മ വന്നത്. നമ്മളെ അപ്പു എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കൂലേ, അതുപോലെ തന്നെ തോന്നിയത്. ഞാനും അങ്ങനെ കണ്ടിട്ടുള്ളൂ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബയും പറയുന്നുണ്ട്. അതാണ് അപ്പുവിന് ആ പ്രായത്തിലുള്ള ഒരു പക്വത, ഒരു തെറ്റ് അങ്ങനത്തെ അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു കാരണത്താണ് ജാസ്മിനെ കെട്ടിപ്പിടിച്ചത്. എന്നിട്ട് ജിൻഡോയുടെ കോമഡി കാണാറുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. ഞാൻ ജിൻഡോയും ഭയങ്കര ഇതാണ്, എനിക്ക് ജിൻഡോയെ കൊല്ലാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൻസിബ ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഫീലിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ഋഷിയുടെ അമ്മ ഇരുന്ന് കഴിയാത്ത കാല് നീട്ടി അവിടെ വെക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് കാല് നീട്ടി വെച്ചിട്ട് നല്ല വേദന ഉണ്ട്. അപ്പോൾ ഈ എക്സൈറ്റ്മെൻറ്റ് വരുമ്പോൾ കാലിലാണ് വേദന വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പുറത്ത് അൻസിബ പറയുന്നത്, നീ ഋഷിയും ഭയങ്കര അനിയനും പെങ്ങളായിട്ടുള്ള ഒരിതാണല്ലേ, നീ ഇവനെ കാണുന്ന പോലെയാണ് അവനെ കാണുന്നത്. അത് നമുക്ക് ഭയങ്കര കാണുമ്പോൾ ഇഷ്ടമാണ്, ഇതാണ് നല്ല രസമാണ്. നീ അവനെ അതുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, നമ്മൾ കാണാറുണ്ട്. വന്നു പറയാൻ മറന്നു, എൻ്റെ അടുത്ത് അത്രയില്ല, അവൻ്റെ അടുത്തൂടെ പറയണം, ഋഷിയുടെ അടുത്തുകൂടെ കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ട് അൻസിബിയുടെ ഭയങ്കര പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ജിൻഡോ വന്നിട്ട് പിന്നെ ജിൻഡോ ഓരോ കാര്യങ്ങളും ജിൻഡോയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സൂര്യയുടെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നത് ജിൻഡോയുടെ ഫാൻസാണ് എന്ന് പറഞ്ഞിട്ട് അൻസിബ ജിൻഡോ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ എന്തുവേണം, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട്, നല്ല സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് അതും ഇങ്ങനെ അമ്മ ഇരുന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് രണ്ടമ്മമാരും കൂടെ റൂമിൽ നിന്നിട്ട് അവർ രണ്ടുപേരും എന്തായാലും സന്തോഷത്തിൽ അവരെല്ലാവരെയും കാണാൻ പറ്റിയില്ല, സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറയണം. ഞാൻ ഒന്നും വിചാരിക്കുന്നില്ല, അവരെല്ലാവരും ഒരുമിച്ചിങ്ങനെ ഇരിക്കുന്നതും ഒരുമിച്ചിങ്ങനെ നടക്കുന്നതും ഒക്കെ കാണുന്ന ഒരു സന്തോഷമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരോ സ്നേഹങ്ങളിങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞൊരു ടാസ്ക്കാണ് വന്നത്. അത് ഇപ്പോൾ ഒരു 4 ടീം ഇവിടെ ഉണ്ടല്ലോ, 4 ടീമിൽ 3 പേര് വെച്ചുണ്ട്. വെസല്, ഫ്ലോറ്, മറ്റേ കിച്ചന്, ബാത്റൂം. ഇപ്പോൾ ഈ 4 ടീമിൽ നിന്നോട് മത്സരിക്കാൻ ആൾ വന്നത്. അപ്പം ടാസ്ക് എന്തായിരുന്നു വെച്ചാൽ, ഒരു സോപ്പും അവിടെ ഷവറും വെച്ചിട്ടുണ്ട്. അപ്പം അത് സോപ്പ് കുളിച്ച് പതപ്പിച്ച് കളയണം സോപ്പ്. അപ്പോൾ ഒരു ടീമിൽ നിന്ന് 2 പേര് കുളിക്കും. അത് കഴിഞ്ഞിട്ട് ഒരാൾ നിലവിലുള്ള അവർ വിധികർത്താവായിട്ടിരിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നത് നമ്മളെ അപ്സരയും സിജോയും മറ്റേ സായിയും കൂടെ ഉള്ള ടീമാണ് ഫസ്റ്റ് വന്നത്. അവരാണ് ആദ്യം സോപ്പ് പതപ്പിച്ച് തീർത്തത്. കുളിച്ചത് 2 പേരും കുളിച്ചത്, സിജോയും
ഒരു സായിയാണ് കുളിച്ചത്. വിധികർത്താവായിട്ട് ഒരു അപ്സര വന്നു. രണ്ടാമത്തത് നമ്മളെ ആരുടെ ടീം, അഭിഷേകിൻ്റെ ടീമാണ് രണ്ടാമത് ജയിച്ചത്. മൂന്നാമത് നന്ദനയുടെ ടീം. അപ്പോൾ അതങ്ങനെ ആ ടാസ്ക് അങ്ങ് കഴിഞ്ഞു. ഒന്ന് തണൽ ടീമാണ് ഇപ്പോഴത്തെ കിച്ചൺ ടീം. രണ്ടാമത്തത് വെസൽ ടീം. മൂന്നാമത്തത് ഫ്ലോർ. നാലാമത് വന്ന പീപ്പിൾസ് ടീം അവർക്കൊരു പോയിന്റും ഇല്ല. ബാക്കി മൂന്നാമത് വന്നവർക്ക് 1 പോയിന്റ്, രണ്ടാമത് വന്നവർക്ക് 2 പോയിന്റ്, ഫസ്റ്റ് വന്നവർക്ക് 3 പോയിന്റ്, അങ്ങനെയാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കിച്ചൻ്റെ അവിടെ ജാസ്മിനും അർജുനും ഇവരൊക്കെ ഇപ്പോൾ ടീമിലാണ്. അപ്പം സിജോയും സായി വന്നപ്പം അവർക്ക് ഡൗട്ട് കൊണ്ട് ചോദിച്ചു, നിങ്ങൾ സോപ്പ് കൊണ്ട് ഒളിപ്പിച്ച് വെച്ചതല്ലേ, തീർന്നു പറഞ്ഞിട്ട് ഒളിപ്പിച്ച് വെച്ചല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അല്ല, ഒളിപ്പിച്ച് വെച്ചല്ല, നമ്മൾ ഒരു ചെറിയൊരു കട്ട പോലും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് സായി പറയുന്നത്. ഒരു ചെറിയ കട്ട പോലും ഇല്ല. അപ്സര ഡയലോഗ് അടിക്കുന്നതായിട്ട് ജാസ്മിൻ പറയണം, അപ്സര ഡയലോഗ് അടിക്കുന്നതായിട്ട് സിബിൻ്റെ അവിടെ ഇട്ടിങ്ങനെ ഇട്ട് തേച്ച് ഇതാക്കിയിരുന്നു. അതിനെന്താ കുഴപ്പം? സിബിൻ്റെ അവിടെ അത് എങ്ങനെയും തീർത്താൽ പോരെ. പീസ് നിങ്ങളതിൽ വെള്ളം കൂടുതലായിരുന്നു, പീസ് കുറവായിരുന്നു അല്ലേ? നമ്മളതിൽ പീസ് കൂടുതലായിരുന്നു, വെള്ളം കുറവായിരുന്നു. എങ്ങനെയും പീസ് വെള്ളത്തിൽ നിന്ന് അരിഞ്ഞ് തീർന്നാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് സിജോ ചോദിച്ചു. അല്ല, ഞാൻ പറഞ്ഞതേ ജാസ്മിന്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്ത ഒരു ഫ്രസ്ട്രേഷൻ, അവർ ജയിച്ചുകൊണ്ടുള്ളൊരു ഫ്രസ്ട്രേഷൻ അവരിതിൽ ചോദിക്കുന്നതാണ്. ജാസ്മിനും അഭിഷേകും ഋഷിയും കൂടെ റൂമിൽ ഇരുന്നിട്ട് അവരെങ്ങനെ ജയിച്ചതിനെ പറ്റിയുള്ള ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഋഷി പറയുന്നു, എന്നാലും അവരെ വെള്ളം കെട്ടിക്കിടന്നില്ല, അതെങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഋഷി ഇങ്ങനെ വെച്ചപ്പോൾ ജാസ്മിൻ ഇതിനൊക്കെ പറ്റിയൊക്കെ ആദ്യമായിട്ട് ചിന്തിച്ച ആ ഫ്രസ്ട്രേഷനിലെ എല്ലാം ചിന്തിച്ച് കണ്ടെത്തി. അതായത് അവരെ ആ വെള്ളം പോണ ആ ഒരു ഹോളിൽ സോപ്പ് കെട്ടി അടഞ്ഞ്, അതാണ് അവർ വെള്ളം പോകാത്തത്. അപ്പം ഇവരപ്പോൾ ലാസ്റ്റ് വരെ ഇങ്ങനെ ഉരച്ചൊരച്ച് നിന്ന് പെട്ടെന്ന് വരച്ചാൽ ഡൗട്ട് അടിക്കും, പെട്ടെന്ന് അങ്ങനെ ആക്കിയാൽ ഡൗട്ട് അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജയിക്കുന്നതിന് ഒരു മിനിറ്റ് മുമ്പാണ് ഇവന്മാർ ജയിച്ചത്, ഇവന്മാർ തീർത്തത്. അപ്പം അത്രയും നേരം ഇവന്മാർ നിന്നിട്ട് സംശയം തോന്നാതിരിക്കാനായിട്ട് ആ ഒരു സമയപ്പോൾ ഇവന്മാർ അത് ഓടിച്ചോ അങ്ങനെ എന്തോ അതിനകത്തോട്ടിട്ട്, അപ്പം അത് ബ്ലോക്കായിട്ട് അവിടെ നിന്ന് വെള്ളം അങ്ങോട്ട് പോയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് മൂന്നുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരെ 2 കൂട്ടരെ അമ്മമാർ അമ്മയും അനിയനും തിരിച്ചു പോണ ആ ഒരു സീനായിരുന്നു. അപ്പോൾ നന്ദന പറയുന്നുണ്ട്, താങ്ക് യു ബിഗ് ബോസ്, ഇവരെ 2 പേരെ അമ്മമാരെ ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് വഴക്കൂടിയവരൊക്കെ അമ്മമാരുടെ അടുത്ത് പറയുന്നുണ്ട്, ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കൂടിയവരൊക്കെ അങ്ങോട്ടും അങ്ങനെയും പറയുന്നുണ്ട്. എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ടും ഇവരൊക്കെ ഡ്രസ്സ് മാറിയപ്പോൾ ഞാൻ തിരിച്ച് ഒരു ദിവസമെങ്കിലും ഇവിടെ സ്റ്റേ അടിക്കുമായിരിക്കും. അപ്പോൾ അന്ന് തന്നെ രാത്രി എല്ലാവരും കിടക്കുന്ന ആ ഒരു സമയമായപ്പോൾ തന്നെ ബിഗ് ബോസ് വിളിച്ച് കാണും. അപ്പോൾ അവർ പോയി അത് വല്ലാത്തൊരു ഫീലിൽ എല്ലാവരും അങ്ങോട്ടും കെട്ടിപ്പിടിക്കുകയും പുറത്ത് വന്നിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് അങ്ങ് പോണ ഒരു സീന്. അപ്പം ഋഷിക്ക് മനസ്സിപ്പിക്കൊക്കെ ഒരു വല്ലാത്തൊരു ഫീലിലാണ് അവരെ യാത്ര അയച്ചത്. ബാക്കിയുള്ളവരും അങ്ങനെ ജാസ്മിനെ മനസ്സിപ്പിയുടെ അമ്മ വീണ്ടും വന്ന് കെട്ടിപ്പിടിച്ച് കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഇതൊക്കെയാണ് 65ാമത്തെ ദിവസത്തെ കാഴ്ചകൾ. ഓക്കെ.